ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് ഹോം ടൂർ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് ഞങ്ങളുടെ ഒരു പുതിയ ചാനലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാലേ ഞങ്ങൾക്ക് ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് വീടിന്റെ മോൾവശം എന്ന് പറയുന്നത് മൊത്തം റബ്ബറും തോട്ടമാണ് കേട്ടോ. അവിടുന്ന് കുറച്ചധികം തന്നെ റബ്ബറുകളുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് കാടാണ്. ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ വീട് നിൽക്കുന്നതിന്റെ ചുറ്റും ഏകദേശം മരങ്ങളാണ് കേട്ടോ. നല്ല രീതിയിൽ മരങ്ങളെ കൊണ്ട് നിറയപ്പെട്ട ഒരു സ്ഥലമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് മൊത്തത്തിൽ കാടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഫാത്തിമ കയറി വന്നിട്ടുണ്ട് വീഡിയോ എടുക്കാൻ. ഹായ് ഗായ്സ് പറഞ്ഞ ഹായ് പറ. അവള് മടിയാണ് കേട്ടോ. ഇതുവരെ ഹായ് ഗൈസ് പറഞ്ഞോണ്ട് അടക്കി, ഇനിയിപ്പോ മടിയാണേ. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ വീടിന്റെ ചുറ്റുപാടും വീടിന്റെ ഉൾവശമൊക്കെ ഉള്ളത് ഇനി അങ്ങോട്ടേക്ക് പോവാട്ടോ. അപ്പൊ നേരെ ഇനി വീട്ടിലോട്ട്. അപ്പൊ ഉണ്ടോ ഈ ഒരു വശം മൊത്തത്തിൽ കാടാണ്. ഈ വീടിന്റെ ചുറ്റുവശവും ഏകദേശം മരങ്ങളാണ് കേട്ടോ നല്ല രീതിയിൽ. അപ്പൊ ഈ ഒരു വശം മൊത്തത്തില് കാടാണ്. നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇനി ബാക്കി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഇനി എന്താ പറയാ, വീടിന്റെ ഒരു സൈഡിലായിട്ട് തന്നെ ഒരു മീൻകുളമുണ്ട്. അപ്പൊ നമ്മള് മീനിനെ കാണിക്കാൻ പോവാണ്. ഫാത്തിമ പോയി നോക്ക്, മീനിന്റെ നോക്ക്. കുളമാണ് ഇത്. എന്താ പറയാ, ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കുളാട്ടോ ഈ മഞ്ഞ ഷീറ്റ് വെച്ചിട്ടുള്ളത്. പിന്നെ അതിലെ കുറച്ച് മീനുകളെ മാറ്റി വെച്ചിട്ടുള്ളതാണ് ഇത്. ഇത് മാറ്റി കൊടുക്കും. ഓള് പിന്നെ പണ്ട് അതിലേക്ക് ഇന്നത്തെ കാണുന്നുണ്ടെന്ന് വിചാരിച്ചാണ് കേട്ടോ. അതിൽ കുറച്ച് ഗപ്പിയാളൊക്കെ ഉണ്ട്. ഗപ്പിയാളെ കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ, വൈറ്റും ബ്ലാക്കും ഒക്കെ ആയിട്ട്. അതിൽ പിന്നെ മുയ്യാണ് തോന്നുന്നു, മുയ്യ തന്നെയാണ് കേട്ടോ. അതിൽ കുറച്ച് മുയ്ക്കളുണ്ട്. അങ്ങനത്തെ കുറച്ച് വലിയ മീനുകളാണ് ഇതിലുള്ളത് കേട്ടോ. അപ്പോ ഇതാണ് നമ്മുടെ വീടിന്റെ ബാക്ക് ഭാഗം. ഇവിടെ കാണാൻ മാത്രമൊന്നുമില്ല. ഇതിന്റെ മുകളിലാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ റബ്ബർ ഉള്ളത് കുറെ ഉണ്ട് എന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെ അധികം കാണാൻ മാത്രമൊന്നുമില്ല. 2 വാഴകളുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, വറക് അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തിരുമ്പാങ്കല്ല്, അങ്ങനെ കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ. അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ എന്തായാലും നമുക്ക് ഫ്രണ്ടിലോട്ട് പോയി നോക്കാം, അവിടെയുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഒരു ചെറിയൊരു എന്താ പറയാ ഭാഗം മണ്ണായിട്ട് ഇട്ടിട്ട് അവിടെ 2 വട്ടം തെങ്ങും പിന്നെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അതിനെയുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നുമില്ല. ഫ്രണ്ടിൽ 2 തെങ്ങും പിന്നെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ് നമുക്ക് ഫ്രണ്ടിന്റെ ഒരു മുൻഭാഗമാണ് ഇനി കാണുന്നത് കേട്ടോ. ഈ കാണുന്നതാണ് ഫ്രണ്ടിന്റെ ഒരു മുൻഭാഗം. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഭാഗം. ഇനി നമുക്ക് ഉള്ളിലോട്ട് കയറിയാലോ. അപ്പോൾ ഉള്ളിലോട്ട്. അപ്പോ ഇത് നമ്മൾ കുറച്ച് ശംഖുപുഷ്പം ഉണക്കാൻ ഇട്ടതാട്ടോ. ഇത് കുറച്ച് കൂടുതൽ ഉണക്കാൻ ഇടുമ്പോൾ ഇത് കുറെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഉണങ്ങി വന്നപ്പോൾ ഇത് വളരെ കുറച്ചുള്ളൂ. കുറച്ച് ശംഖുപുഷ്പമാണ്. ഇനി എന്തായാലും നമുക്ക് വീണ്ടും ഉള്ളിലോട്ട് പോവാവേ. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഉള്ളിലോട്ട് കയറാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാള്. ഓക്കെ, ഹാള് മൊത്തമായിട്ട് ഇതാണ്. ഇവിടെ എന്താ പറയുക 2 സോഫ, അതേപോലെ തന്നെ ഒരു എന്താ പറയുക വാഷ് ബേസും പിന്നെ അടിയിൽ ഷെൽഫും കണ്ണാടിയും. ഇങ്ങനെയാണ് കേട്ടോ ഹാള് വരുന്നത്. പിന്നെ ഹാളിൽ നിന്ന് തന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റെപ്പ്, പിന്നെ ഇവിടെ ഹാളിൽ നിന്ന് പോകാൻ വേണ്ടി കോമൺ ആയിട്ടൊരു ടോയ്ലറ്റും ആണ് ഹാളിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് കഴിഞ്ഞാൽ ഹാള് നമ്മുടേത് കംപ്ലീറ്റ് ആയേ. ഇനി കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് റൂമാണ് കേട്ടോ. ഫസ്റ്റ് റൂം വന്നിട്ട് ഇങ്ങനെയാണ്. ഒരു ബെഡ്, പിന്നെ ഒരു ഷെൽഫ്, പിന്നെ ഇവിടെ ഇസ്തിരി ഇടുന്ന മേശയുണ്ട്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് റൂം കംപ്ലീറ്റ് ആവുകയാണ്. ഇനി നമ്മുടെ സെക്കൻഡ് റൂം വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ. അവിടെ ഒരു ബെഡും അതുപോലെ തന്നെ ഒരു തൊട്ടില് പിന്നെ ഒരു ഷെൽഫ് ഇങ്ങനെ വന്നിട്ടാണ് രണ്ടാമത്തെ റൂം എന്ന് പറയുന്നത്. ഈ റൂം അറ്റാച്ച്ഡ് ആണ്. ഈ റൂമിൽ നിന്ന് നേരെ നമ്മൾ പോകുന്നത് എന്താ പറയാ ഡ്രസ്സിംഗ് റൂമിലേക്കാണ്. ഡ്രസ്സിംഗ് റൂമിൽ എന്താ പറയാ നമ്മുടെ ഫാത്തിമാന്റെ ഒരു അലമാര, പിന്നെ ഇങ്ങനെ ഡ്രസ്സ് തൂക്കുന്ന ഒരു ഹാങ്ങർ, അത് കഴിഞ്ഞിട്ട് വന്നിട്ട് അവിടെ ഒരു ടോയ്ലറ്റ്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ റൂമിന്റെ ലുക്ക് കംപ്ലീറ്റ് ആയി കേട്ടോ. അടുത്ത വന്നിട്ട് നമ്മുടെ ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാളിൽ പിന്നെ എന്താ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു ടേബിളും കസേരയും പിന്നെ ഈ ഒരു സൈഡിലൊരു ചെടിയും വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഡൈനിങ് ഹാളും കംപ്ലീറ്റ് ആയി കേട്ടോ.
ഇനി നമ്മൾ പോകുന്നത് കിച്ചണിലോട്ടാണേ. അടുത്ത നമ്മൾ കിച്ചണിലോട്ടാണ്. ദാ കിച്ചണാണ് ഈ കാണുന്നത്. അപ്പോൾ നിലത്തൊരാൾ കിടക്കുന്നുണ്ട്. ഞാൻ വന്ന് വീഡിയോ എടുക്കാൻ നിന്നപ്പോൾ ഇവ നമ്മളെ പൂച്ചയാണ് കേട്ടോ. പേര് കുട്ടുവാണേ. കുട്ടു ചിരിച്ചു കൊടുക്ക്. അവൻപോ ഫുഡൊക്കെ മീൻ കഴിച്ച് കിടക്കുകയാണ് കേട്ടോ. കളിക്കാൻ നല്ല മൂഡിൽ കിടക്കുകയാണ്. അവൻ ഞാൻ പെട്ടെന്ന് ക്യാമറ ആയിട്ട് വന്നപ്പോൾ അന്തം വിട്ട് നോക്കുകയാണ് കേട്ടോ കാണുന്നത്. ഇനി എന്തായാലും നമുക്ക് കിച്ചണിലോട്ട് ബാക്കി കാര്യങ്ങൾ കിടക്കാം. കിച്ചൺ ബാക്കി കാണിക്കാം. കിച്ചൺ ഒരു ഷെൽഫ്, പിന്നെ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ആ കിച്ചൺ വന്നിട്ട്. ഇവിടെ ഒരു ഫ്രിഡ്ജും വെച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ എന്താ പറയാ കറികളൊക്കെ ആവുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് മീൻ പൊരിക്കുന്നുണ്ട്. എനിക്കിത് തുറക്കാൻ ഞാൻ നോക്കട്ടെ. നമ്മളിവിടെ മീൻ പൊരിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇനി ഇപ്പുറത്ത് എന്താ കറി നോക്കാം. അങ്ങനെ ഇതാണ് നമ്മുടെ കിച്ചൺ വന്നിട്ട് കാണുന്നത്. കിച്ചണിൽ ഇങ്ങനെ ഇവിടെ ഒരു എന്താ പറയാ സിങ്ക്, പേര് കിട്ടുന്നില്ല, സിങ്കും പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഇതും പിന്നെ ആ ഭാഗത്തായിട്ടൊരു ഫ്രിഡ്ജും ആണുള്ളത്. ഇനി നമുക്ക് ഒരു കിച്ചണും കൂടി ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഇനി ഇവിടുത്തെ കിച്ചൺ വന്നിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. അതാണ്ട് ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇതാണ്ട് ഇവിടുത്തെ അടുത്ത പൂച്ച താണ്ട് കിടക്കുന്നത്. ഇവൻ കുറച്ച് വലുതാണ്, ഇവൻ നാടൻ പൂച്ചയാണ്. മറ്റേത് കുറച്ച് തൊപ്പൊക്കെയുള്ള സൈസ് പൂച്ചയാണ് കേട്ടോ. ഇനി ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരടുപ്പ് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ ഇവിടെ നിന്നാണ് ചോറൊക്കെ വെക്കാറുള്ളത്. ഇവിടെ ഇങ്ങനെ തന്നെ ഉള്ളൂ, ചെറുതായിട്ട് വിറകടുപ്പ് വെക്കാനുള്ള സൈസ് അങ്ങനെയാണ് കേട്ടോ. ഇനി എന്തായാലും ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ ഈ ഒരു അടുപ്പ്. അവള് കുട്ടുവിനെ കളിപ്പിക്കാൻ വരാ കേട്ടോ. ദാണ്ട കുട്ടു, എവിടെ കുട്ടു? ചിച്ചുട്ട ഹായ് പറ, ഹായ് പറയാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ഇഷ്ടട്ടോ പൂച്ചനെ. അതിന്റെ മുൻപൊക്കെ അമ്മക്കുട്ടി വന്നിട്ടോ. അവനാണെങ്കിൽ അതിന് കളിക്കാനും നിൽക്കും. അപ്പോൾ ഇന്നത്തോടുകൂടി നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതിലേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.